കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പുനർജനി കേസ് രാഷ്ട്രീയായുധമാക്കേണ്ടതില്ല എന്നും നിയമപരമായ നടപടികളാണ് വേണ്ടതെന്നും മന്ത്രി വി ശിവൻകുട്ടി. അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനാണ് എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കണ്ടെത്തലുകൾ രാഷ്ട്രീയ ആയുധമാക്കേണ്ടതില്ലെന്നും നിയമപരമായ നടപടികളാണ് ഇതിൽ ഉണ്ടാകേണ്ടതെന്നും മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയിൽ നടന്നതിന് സമാനമായ വലിയൊരു കൊള്ളയാണ് പുനർജനി പദ്ധതിയിലൂടെയും നടന്നതെന്നും 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് ഈ കേസിൽ നിലവിലുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിലും നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോകോൾ പ്രകാരമുള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. തെറ്റായി ഒരു ബോധപൂർവം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെങ്കിലും റിപ്പോർട്ട് എഴുതി കൊടുത്ത ആളിന് വെറുതെ പോകാൻ വേണ്ടി പറ്റുമോ? അയാൾ മറുപടി പറയേണ്ടതല്ലേ? അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഇത് രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തില്ലെന്നും ആരെയും കരിവാരിത്തേക്കാൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകില്ലെന്നും പറഞ്ഞ മന്ത്രി CBI അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും വ്യക്തമാക്കി. അന്വേഷണത്തിൽ ഭയപ്പെടുന്നത് എന്തിനാണെന്നും പേടിച്ചുപോയി എന്ന് പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. എക്കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ നിയമം സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും തങ്ങളാരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാറില്ലെന്നും വി ശിവൻകുട്ടി മറുപടി നൽകി. ന്യൂസ് ഡെസ്ക് CCV.